ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ലേണിംഗ് സെഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിപ്പോസിഷൻസ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് 3 ക്ലാസ് പ്രിപ്പോസിഷൻസ് ലേൺ ചെയ്തു. ഇത് നമ്മുടെ 4ാമത്തെ സെഷനാണ്. ഇതിൽ നമ്മൾ ലേൺ ചെയ്യുന്നത് എബൌട്ട്, ബിറ്റ്വീൻ, എമംഗ് ആൻഡ് അക്രോസ്. നമുക്ക് എക്സാമ്പിളിലൂടെ ഓരോന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ആദ്യത്തെ പ്രിപ്പോസിഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് എബൌട്ട് ആണ്. അതിന് മലയാളത്തിൽ കുറച്ച് മീനിങ് ഉണ്ട്. അത് സെന്റൻസ് അനുസരിച്ച് മീനിങ്ങിന് വ്യത്യാസം വരും. ഇവിടെ നമ്മൾ കുറിച്ച്, ഏകദേശം, ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ സംബന്ധിച്ച്, അങ്ങനെയൊക്കെ മീനിങ് വരും. നമുക്ക് ഓരോ എക്സാമ്പിൾസ് മനസ്സിലാക്കാം. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, വി ആർ അബൌട്ട് ടു ലീവ്. അത് പോയിന്റ് ഓഫ് ഡൂയിങ് സംതിങ് സൂൺ. അതാണ് ആ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഇനി പുറപ്പെടാനാണ് പോകുന്നത്. അതായത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ കാണിക്കാനാണ് ഇവിടെ അബൌട്ട് യൂസ് ചെയ്തേക്കുന്നത്. അടുത്തത്, ഇറ്റ് കോസ്റ്റ് അബൌട്ട് ₹50,000. ഒരു റഫ് എസ്റ്റിമേറ്റിനെ കാണിക്കാനാണ് ആ ഒരു സെന്റൻസ് വന്നേക്കുന്നത്. ഇത് ഏകദേശം 50,000 രൂപ ചെലവായി എന്നാണ് ആ ഒരു സെന്റൻസിന്റെ മീനിങ്. അത് ഏകദേശം എന്നുള്ള മീനിങ് ആണ് അബൌട്ട് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് അബൌട്ട് 10 കിലോമീറ്റർ ഫ്രം ഹിയർ. ഒരു അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസിനെ കാണിക്കാനാണ് ഈ ഒരു സെന്റൻസ് പറഞ്ഞേക്കുന്നത്. ഇത് ഇവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ്. അവിടെയും എബൌട്ടിന്റെ മീനിങ് ഏകദേശം എന്നാണ്. നെക്സ്റ്റ്, ദ ബുക്ക് ഈസ് അബൌട്ട് ഡോക്ടർ അംബേദ്കർ. ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനാണ് ഈ ഒരു സെന്റൻസ് വന്നേക്കുന്നത്. ഈ പുസ്തകം ഡോക്ടർ അംബേദ്കറിനെ കുറിച്ചാണ്. അതാണ് മലയാളം മീനിങ്. കുറിച്ച് എന്നുള്ളതാണ് എബൌട്ട് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വി ആർ എക്സൈറ്റഡ് അബൌട്ട് അവർ ട്രിപ്പ്. ഇത് ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷൻ റിലേറ്റഡ് ടു എ സബ്ജക്റ്റ് ആണ്. ഞങ്ങൾ യാത്രയെക്കുറിച്ച് ആവേശത്തിലാണ്. അതാണ് ആ ഒരു സെന്റൻസിന്റെ മീനിങ്. ഇവിടെ കുറിച്ച് എന്നാണ് ആ അബൌട്ടിന്റെ മീനിങ് വന്നേക്കുന്നത്. അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ മനസ്സിലാക്കുന്നത് ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ ആണ്. അതിന്റെ മീനിങ് ഇടയിൽ അല്ലെങ്കിൽ നടുവിൽ എന്നാണ്. നമ്മൾ എക്സാമ്പിൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ആദ്യത്തെ എക്സാമ്പിൾ, ദ ഡോഗ് ഈസ് ഹിഡൻ ബിറ്റ്വീൻ 2 കാർസ്. ഇതൊരു ഫിസിക്കൽ പൊസിഷനെയാണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോഗ് 2 കാറുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ്, ഐ സാറ്റ് ബിറ്റ്വീൻ മൈ പേരൻസ്. ഫിസിക്കൽ പൊസിഷൻ ആണ് ഇവിടെയും. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ഇടയിൽ ഇരുന്നെന്നാണ്. അതും ബിറ്റ്വീൻ മൈ പേരൻസ് ആണ്. അടുത്തത്, അവർ മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾഡ് ബിറ്റ്വീൻ 2 and 3 PM. ടൈമിനെയാണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ മീറ്റിംഗ് 2 മണി മുതൽ 3 മണി വരെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു എന്നാണ് മലയാളം മീനിങ് അതിന്റെ. നെക്സ്റ്റ്, യു ഹാവ് എ ചോയ്സ് ബിറ്റ്വീൻ വെജ് ആൻഡ് നോൺ വെജ്. ഒരു ചോയ്സിനെയാണ് ഇവിടെ ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിനക്ക് വെജ് ആൻഡ് നോൺ വെജ് എന്നിങ്ങനെ 2 ചോയ്സ് ഉണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ കോസ്റ്റ് ഈസ് ബിറ്റ്വീൻ 1000 and 2000. നമ്പേഴ്സിനെയാണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വില 1000-നും 2000-നും ഇടയിലാണെന്നാണ് പറയുന്നത്. അടുത്തത്, there's a strong bond between 2 brothers. ഇവിടെ ഒരു റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. 2 സഹോദരങ്ങൾക്കിടയിൽ ശക്തമായ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. there's a strong bond between 2 brothers. ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷനും കൊണ്ട് നമ്മളെ കുറെ എക്സാമ്പിൾസ് മനസ്സിലാക്കി. നന്നായിട്ടൊന്ന് വായിച്ചാൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത പ്രിപ്പോസിഷൻ എമംഗ് എന്ന വേർഡാണ്. അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം ഇടയിൽ, കൂട്ടത്തിൽ, അവരിൽ, അങ്ങനെയൊക്കെയാണ്. എമംഗ് യൂസ് ചെയ്യുന്നത് 2 പേരിൽ കൂടുതലുള്ളിടത്താണ്. നമുക്കത് എക്സാമ്പിൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. ഫസ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂട്ട് ദ സ്വീറ്റ്സ് എമംഗ് ദ ചിൽഡ്രൻ. ഇവിടെ കുട്ടികൾ 2 പേരിൽ കൂടുതലാണ്. സ്വീറ്റ്സ് കുട്ടികളിൽ പരസ്പരം പങ്കിടുക അല്ലെങ്കിൽ കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് സെന്റൻസ്, ഐ വാസ് ദ ഓൺലി ലേഡി എമംഗ് ദ പീപ്പിൾ ഗാദേർഡ്. ഇവിടെ ഇൻക്ലൂഷൻ ഇൻ ദ ഗ്രൂപ്പ് ആണ് ആ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയും ആൾക്കാർ കൂടിയതിൽ ഞാൻ ഒറ്റ ഒരു ലേഡിയെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത സെന്റൻസ്, ദ പ്രൈസ് മണി വാസ് ഷെയർഡ് എമംഗ് ദ ടോപ്പ് 5 പ്ലേയേഴ്സ്. ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുരസ്കാര തുക ടോപ്പ് 5 പ്ലേയേഴ്സിൽ പങ്കിട്ടു എന്നാണ് അതിന്റെ അർത്ഥം.
ഈ 3 എക്സാമ്പിളാണ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കിത് ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നോക്കാം. അടുത്ത നമ്മൾ മനസ്സിലാക്കുന്നത് എക്രോസ് എന്ന പ്രിപ്പോസിഷൻ ആണ്. അതിൻ്റെ അർത്ഥം കുറുകെ അല്ലെങ്കിൽ മറുവശത്ത് എന്നൊക്കെയാണ്. നമുക്ക് എക്സാമ്പിൾ ഓരോന്നായിട്ട് മനസ്സിലാക്കാം. There is a bridge across the river. അതായത് റിവറിന് കുറുകെ ഒരു പാലമുണ്ട് എന്നാണ് മലയാളത്തിലുള്ള അർത്ഥം. അടുത്തത് he walked across the street. ഇവിടെ മൂവ്മെന്റ് ഫ്രം വൺ സൈഡ് ടു ദ അതർ ആണ്. അവൻ തെരുവ് കുറുകെ നടന്നു, അതായത് നടന്ന് ഒരു സൈഡിൽ നടന്ന് അപ്പുറത്ത് ചെന്നു എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ്, ബ്രാഞ്ചസ് ഓഫ് ദിസ് ഹോസ്പിറ്റൽ സ്പ്രെഡ് അക്രോസ് ദ കൺട്രി. ഓൾ ഓവർ എ പ്ലേസ് ആണ് ഈ ഒരു സെന്റൻസിൽ ഉദ്ദേശിക്കുന്നത്. ഈ ആശുപത്രിയുടെ ബ്രാഞ്ചസ് രാജ്യമാകെ വ്യാപിച്ചിരിക്കുന്നു എന്നാണ്. സ്പ്രെഡ് അക്രോസ്, അതാണ് സ്പ്രെഡ് അക്രോസ് എന്നുള്ള മീനിങ് ഒന്നിച്ചാണ് വരുന്നത്. രാജ്യമാകെ വ്യാപിച്ചിരിക്കുന്നു. നെക്സ്റ്റ്, ഹി ലിവ്സ് അക്രോസ് ദ റോഡ്. അത് പൊസിഷൻ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ആണ് പറയുന്നത്. അവൻ റോഡിന്റെ മറുവശത്ത് താമസിക്കുന്നു എന്നാണ്. അപ്പോൾ അക്രോസ് എന്ന ഒരു വേർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായാലോ? ഈ ഒരു എക്സാമ്പിൾസിൽ കൂടെ ഒന്ന് വായിച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും ഇതിൽ. പ്രിപ്പോസിഷന്റെ നമ്മൾ 4 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ലേണിംഗ് സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.